കാസർഗോഡ് മണ്ഡലത്തിൽ കെ.എം. ഷാജിയെ മത്സരിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം. ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥി വേണ്ടെന്ന് ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മൈൻ ഹാജി മീഡിയ വണിനോട് പറഞ്ഞു. കാസർഗോഡ് ലീഗ് മത്സരിക്കുന്ന 2 സീറ്റിലും ജില്ലയിൽ നിന്നുള്ളവർ തന്നെ മത്സരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമായതോടെ കാസർഗോഡ് മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി കെ.എം. ഷാജി എത്തുമെന്ന പ്രചാരണം ശക്തമായിരുന്നു. ഇത് തള്ളിക്കളയുകയാണ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മൈൻ ഹാജി. ഞങ്ങളൊന്നും അറിയുന്നിടത്ത് പുറമേ നിന്നുള്ള പേരൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ പുറമേ നിന്നുണ്ടാകാൻ സാധ്യത കുറവാണെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം ജില്ലയിലെ ആളുകൾക്ക് ആകെ 2 സീറ്റിൽ ഉള്ളത് 2 സീറ്റ് മത്സരിക്കാൻ കിട്ടുന്നത്. അത് 2 ജില്ലയിൽ നിന്നുള്ള ആളുകളെ തന്നെ വേണം എന്ന നിലപാട് ആയിരിക്കും മിക്കവാറും എല്ലാവർക്കും ഉണ്ടാകുന്നത്. ബി.ജെ.പിയുമായി ലീഗ് നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലമാണ് കാസർഗോഡ് മഞ്ചേശ്വരവും. 2 ഇടത്തും എല്ലാവർക്കും സ്വീകാര്യനായ സ്ഥാനാർത്ഥിയായും സംസ്ഥാന നേതൃത്വം പ്രഖ്യാപിക്കുകയെന്നും കല്ലട്ര മൈൻ ഹാജി പറഞ്ഞു. ബി.ജെ.പി ആയിട്ട് നേരിട്ട് ഏറ്റുമുട്ടുന്ന പല മണ്ഡലങ്ങളും UDF ഏറ്റുമുട്ടുന്ന പല മണ്ഡലങ്ങളും ഉണ്ടെങ്കിലും നേരിട്ട് മുസ്ലിം ലീഗ് ആകെ കേരളത്തിൽ തന്നെ 2 നിയോജക മണ്ഡലമാണ് ഉള്ളത്, മഞ്ചേശ്വരവും കാസർഗോഡും. അപ്പോൾ അത് പൊതു സ്വീകാര്യത ഉള്ള ആളാണെങ്കിൽ വിജയസാധ്യത കൂടുതലായിരിക്കും. കെ.എം. ഷാജി മത്സരിക്കുമെന്ന പ്രചാരണത്തിനെതിരെ കാസർഗോഡ് ജില്ലയിലെ SKSF രംഗത്തെത്തിയിരുന്നു. ബി.ജെ.പിയെ തോൽപ്പിക്കാൻ സർവ്വസമ്മതനായ സ്ഥാനാർത്ഥി വേണമെന്നാണ് SKSFന്റെ ആവശ്യം. മീഡിയ 1 കാസർഗോഡ്.